പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് അതിലൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ബനാറസി വീവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അത് വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്ന, അതുപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള മറ്റൊരു ഡിസൈൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്നതാണ്. ഷെയ്ഡ്സ് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ. നല്ല ഡീപ്പ് പീച്ച് ടോണ് ഒരു ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഓൾ ഓവർ ഫ്രണ്ട് പോർഷനിലോട്ട് ബൂട്ടാ വീവിങ് വന്നിട്ടുണ്ട്. ഇതുപോലെ വരും. അതുപോലെ നല്ല റിച്ച് ലുക്കിംഗ് സരിയാണ് ഇതിലേക്ക് വന്നേക്കുന്നത്. നല്ല പ്യുവർ ഫീലാണ് അതിന് വരുന്നത്. ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹെം ലൈനിലോട്ടും വീതിയിലായിട്ട് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ബനാറസി വീവിങ്, അത് ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതിന് ഒരു യുണീക്നെസ് ഉണ്ട്. ബാക്ക് സൈഡ് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡിലേക്ക് ഹെം ലൈൻ പോർഷനിലോട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ കണ്ട പോലെ തന്നെ വീതിയിലുള്ള ബനാറസി വീവിങ് വരുന്നുണ്ട്. സ്ലീവ്സ് അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡിലോട്ട് ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. ചുറ്റും ആ ഫ്ലോറൽ പാറ്റേണിലുള്ള വീവിങ് വരുന്നുണ്ട്. മിഡിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് ബനാറസി ബൂട്ട വീവിങ് വന്നിട്ടുണ്ട്. ബോട്ടം ഷാൻറ്റൂണിലാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡീപ്പ് മിൻറ്റ് ഗ്രീൻ ടോണിലോട്ടാണ്. ഇത് നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പിങ്ക് ലൈലാക്ക് ടോണിലോട്ടാണ്. ലാസ്റ്റ് ഷെയ്ഡ് ഡീപ്പ് പൗഡർ ബ്ലൂ ടോണിലോട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 4 കളേഴ്സാണ് നമുക്ക് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മൽ കോട്ടൺ ഫാബ്രിക്കിൽ നമ്മൾ കാണുന്ന ഈ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഫ്രണ്ട് പോർഷൻ അങ്ങനെ കവർ ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നതാണ്. മൽച്ചന്തേരി ആണെങ്കിൽ ഫാബ്രിക് പ്യുവർ മൽച്ചന്തേരിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ അങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്ക് ഓൾറെഡി ഇതിലുണ്ട്. റൗണ്ട് നെക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹെം ലൈനിലോട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സ്ലീവ്സിനാണെങ്കിൽ അഡീഷണൽ ആയിട്ട് മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ്. സ്ലീവിൻ്റെ എൻഡിലോട്ട് 2 സ്ലീവ്സിനും സെപ്പറേറ്റ് ആയിട്ട് ബോർഡറും ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഇതിൽ പെയർ ചെയ്യുന്നത് മൽ കോട്ടണിലാണ്. അതിൽ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള വീവിങ് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ചുറ്റും ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ഏറ്റവും എൻഡിലായിട്ട് റണ്ണിങ് സ്റ്റിച്ചസും വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല റിച്ച് ആയിട്ടാണ് ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ബോട്ടം ഷാൻറ്റൂണിലാണ്. അടുത്ത ഷെയ്ഡ് ഇതിൽ പിസ്ത ഗ്രീൻ ടോണിലോട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള എംബ്രോയിഡറി ഒക്കെ ഈ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന പോലെയാണ് ഇതിലോട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് ക്രീം കളറിലോട്ടാണ് വരുന്നത്. ഇതിലേക്ക് ഒട്ടും തന്നെ കോൺട്രാസ്റ്റ് പോകാതെ നല്ല ഒരു സട്ടിൽ ആയിട്ടുള്ള കളർ ത്രെഡാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 ഷെയ്ഡ്സാണ് നമുക്ക് മൽ ചന്തേരിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്.